എപ്പോഴും പെയിൻറ്റിങ്ങിനെ കുറിച്ച് തന്നെ പറയാതെ നമുക്കിന്ന് കുറച്ച് വർത്തനമൊക്കെ പറഞ്ഞ് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പറയാം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്കൊരാഗ്രഹം ഉണ്ട് കേട്ടോ, എൻ്റെ വീഡിയോസ് എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരാണ് കാണുന്നതെന്ന്. ഞാൻ കണ്ണൂരാണ്. നിങ്ങൾ എവിടെയാണെന്നുള്ളതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിതാ പിറ്റേ ദിവസമാണ് കേട്ടോ അടുത്ത് ബാക്കി പെയിൻറ്റിങ് ചെയ്യുന്നത്. ക്ലാസ്സിനൊക്കെ പോയിട്ട് ടൈം ഉണ്ടായിരുന്നു. ഞാൻ വരക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഇത്ര കണ്ടപ്പോഴത്തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, ഡേസി പൂക്കളാണ് നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഒരു റൗണ്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ പെറ്റൽസൊക്കെ വരച്ചു കൊടുക്കാൻ കേട്ടോ. ഇതേപോലത്തെ ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സിമ്പിളായിട്ട് അതിൻ്റെ പെറ്റൽസ് വരച്ചെടുക്കാൻ പറ്റും. അങ്ങനെ കറക്റ്റായിട്ട് ഓരോ ലൈനായിട്ട് അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഇതിലല്ലേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വെറുതെ ഒരു സിമ്പിളായിട്ട് വരച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ അതിൻ്റെ ബാക്കിയുള്ള പെറ്റൽസും ഫ്ലവേഴ്സും എല്ലാം വരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളും വരയ്ക്കുക. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഒറിജിനാലിറ്റി ഒക്കെ തോന്നണ്ടേ. അതിന് യെല്ലോയും ഗ്രീനും ബ്ലാക്കും മിക്സ് ചെയ്തിട്ട് നമ്മൾക്കതിൻ്റെ നടുവിലായിട്ട് വരച്ചു കൊടുക്കാം. ബ്രഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കുത്തി കൊടുത്താൽ മതി. ബ്ലാക്ക് കൊടുക്കുമ്പോൾ അതിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് കൊടുക്കരുത്. നമ്മൾ ഗ്രീൻ കൊടുത്തതിൻ്റെ അടിയിലായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണണ്ടേ. ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.